വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള രാജ്മോഹൻസ് വൈഫ് എന്ന നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി അറിയപ്പെടുന്നത് സാഹിത്യ സാമ്രാട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് കൃതിയാണ് രാജ്മോഹൻസ് വൈഫ്. ഇത് ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ ഇൻ ഇംഗ്ലീഷായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബംഗാളി നോവലാണ് ദുർഗേഷ് നന്ദിനി. മുഗൾ പീരീഡിലെ ഒരു ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ആണ് ദുർഗേഷ് നന്ദിനി. നല്ലൊരു സക്സസ് ആയിരുന്നു. അത് മോഡേൺ ബംഗാളി ഫിക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് ആയി കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ആനന്ദ് മത്. അതിലാണ് ഫേമസ് ആയിട്ടുള്ള സോങ് വന്ദേ മാതരം വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ചാറ്റർജിയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നോവലിലേക്ക് പോകാം. അതിന് മുൻപായി ക്യാരക്ടേഴ്സിനൊന്ന് പരിചയപ്പെടാം. മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് മദൻഗിനി, അവരുടെ ഹസ്ബൻഡ് രാജ്മോഹൻ, അവരാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. സെക്കൻഡ് മെയിൻ മാധവ് ഘോഷാണ്, അയാളുടെ ഭാര്യ ഹേമങ്കിനി. പിന്നീട് വേറൊരു ഫാമിലി വരുന്നുണ്ട്, മധുർ ഘോഷ്. അയാൾക്ക് 2 ഭാര്യമാരാണ്, താര ആൻഡ് ചമ്പക്. മധുർ ഘോഷും മാധവ് ഘോഷും കസിൻസ് ആണ്. അതുപോലെ തന്നെ മദൻഗിനിയും ഹേമങ്കിനിയും സിസ്റ്റേഴ്സും ആണ്. പിന്നീട് വരുന്നൊരു മെയിൻ ക്യാരക്ടേഴ്സാണ് ഡെക്കോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർ. സർദാറാണ് അവരുടെ ലീഡർ. അവരുടെ മെയിൻ ആളാണ് വലങ്കായി എന്ന് പറയുന്നതാണ് ബിക്കു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും സ്റ്റോറി പറയുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആവും. നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബംഗാളിലെ രാധൻഗഞ്ച് എന്ന സ്ഥലത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 30 വയസ്സുള്ള കനക് എന്ന കനകിനെയാണ്. അവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകാനുണ്ട്. അതിനാൽ തന്നെ അടുത്ത വീട്ടിലെ 18 വയസ്സായിട്ടുള്ള ഒരു കുട്ടീനെയും കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷേ ആ 18 വയസ്സായിട്ടുള്ള കുട്ടിക്ക് താല്പര്യമില്ല. കാരണം അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. ഹസ്ബൻഡിന് പുറത്തേക്ക് പോകുന്നതിനൊന്നും താല്പര്യമില്ല. അതിനാൽ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ കനക് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ 2 പേരും കൂടി വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നു. ശേഷം മറ്റൊരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ 2 കസിൻസ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ എൽഡർ ബ്രദറിൻ്റെ പേരാണ് മധുർ ഘോഷ്, യങ്ങറിൻ്റെത് മാധവ് ഘോഷ് എന്നാണ്. അവരൊരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ കനകിനെയും 18 വയസ്സായിട്ടുള്ള ആ കുട്ടിയെയും കാണുന്നുണ്ട്. ആ സമയത്തൊരു കാറ്റ് വീശുന്നുണ്ട്. 18 വയസ്സായിട്ടുള്ള പെൺകുട്ടി മുഖം മറച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാറ്റിൽ ആ മുഖംമൂടി മാറുകയും മാധവിന് മനസ്സിലാവുന്നുണ്ട് അതാരാന്നുള്ള കാര്യം. രാജ്മോഹൻ്റെ വൈഫായിട്ടുള്ള മദൻഗിനിയായിരുന്നു അത്. അവരും താമസിക്കുന്നത് രാധൻഗഞ്ചിലാണ്. കനകും മദൻഗിനിയും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. മദൻഗിനിക്ക് നല്ല ടെൻഷനുണ്ട് അവളുടെ ഹസ്ബൻഡ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് പറയുന്നത്. ബങ്ഷിബദൻ എന്ന യങ് കുക്കിന് ജമീന്ദാരി എസ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു യുവതിയെ ഇഷ്ടാവുന്നുണ്ട്. അവർ 2 പേരും കല്യാണം കഴിക്കുന്നു. ശേഷം ആ എസ്റ്റേറ്റ് ബങ്ഷിബദൻ്റെ കയ്യിലേക്ക് തന്നെ വരുന്നു. അവന് അവിടുന്ന് മാറിയിട്ട് രാധാഗഞ്ചിലേക്ക് ആ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് 3 മക്കളായിരുന്നു, രാംകാന്ത, രാം കനൈ ആൻഡ് രാം ഗോപാൽ. രാംകാന്തയാണ് മധുറിൻ്റെ ഫാദർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 കസിൻസ് സംസാരിക്കുന്നുണ്ടെന്ന്. അവരുടെ റിലേഷനാണ് പറയുന്നത്. 2ാമത്തെ മകനാണ് രാം കനൈ, അദ്ദേഹത്തിൻ്റെ മകനാണ് മാധവ്. പിന്നെയുള്ള ആൾ രാം ഗോപാലാണ്. അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. ആദ്യത്തെ മകനായിട്ടുള്ള രാംകാന്ത വിദ്യാഭ്യാസത്തിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മധുറിന് എങ്ങനെയാണ് ഒരു എസ്റ്റേറ്റ് നിലനിർത്തേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രാംകനയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. തൻ്റെ മകനായിട്ടുള്ള മാധവിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഹേമാങ്കിനിയാണ് അവളുടെ പേര്. അവൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള മദൻഗിനിയുടെ സിസ്റ്ററാണ്. അതുകൊണ്ടാണ് മാധവിന് മദൻഗനിനെ അറിയുന്നത്. മദൻഗിനി മാധവിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ വരുന്നത്. മാദൻഗിനി വിവാഹം കഴിച്ചിട്ടുള്ളത് രാജ്മോഹനെയാണ്. മാധവ് രാജ്മോഹൻ ഒരു സൂപ്പർവൈസർ എന്ന പോസ്റ്റിൽ ജോലി കൊടുക്കുന്നുണ്ട് എസ്റ്റേറ്റിൽ. ആദ്യം അത് ഇഷ്ടമല്ലായിരുന്നു, ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം രാജ്മോഹൻ ആ ജോലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബങ്ഷിബദൻ്റെ 3ാമത്തെ മകന് കുട്ടികളില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ അയാളുടെ സ്വത്തുക്കളെല്ലാം മാധവന് കൊടുത്തിട്ടുണ്ട്. മാധവന് വില്ലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാംഗോപാലിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, തൻ്റെ ഭാര്യയെ മാധവ് നോക്കണം എന്നുള്ളത്. എങ്കിൽ മാത്രമേ ആ സ്വത്തുക്കൾ പൂർണ്ണമായിട്ട് മാധവന് ലഭിക്കുകയുള്ളൂ. പിന്നീട് സ്റ്റോറി പ്രസൻറ്റിലേക്ക് തന്നെ വരുന്നു. രാജ്മോഹന് മാധവിക്ക് പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ വെള്ളം എടുക്കാൻ പോയത് അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. അയാൾ
മാതങ്കിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവളുടെ കണ്ണീര് കണ്ട സമയത്ത് കുറച്ച് സോഫ്റ്റായി തോന്നിയത് കൊണ്ട് തന്നെ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് മാധവിനെയാണ് കാണിക്കുന്നത്. മാധവിനൊരു ലെറ്റർ വരുന്നുണ്ട് അവൻ്റെ ലോയറിൻ്റെ സൈഡിൽ നിന്നും. അതിൽ പറയുന്നത് രാം ഗോപാലിൻ്റെ വൈഫ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. രാം ഗോപാൽ എഴുതിയിട്ടുള്ള വില്ല് ഇല്ലീഗലാണ്, അത് ലീഗലല്ല, അത് ഫോഴ്സ്ഫുള്ളി മാധവ് ചെയ്യിപ്പിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട്. ആ ലെറ്റർ വായിച്ചതിന് ശേഷം മാധവ് ആൻറ്റിനെ പോയി കാണുന്ന ഡിസൈഡ് ചെയ്യുന്നു. ആൻറ്റിനെ പറ്റി അന്വേഷിച്ച സമയത്ത് മാധൂറിൻ്റെ വീട്ടിലായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മാധൂറിന് നല്ല ഡൗട്ട് വരുന്നുണ്ട്. ഇനി മാധൂറാണോ ഈ കേസിന് പിന്നിലെന്നുള്ള കാര്യത്തിലൊക്കെ സംശയം വരുന്നു. മാധവ് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കുന്നുണ്ട്. അവൻ്റെ ആൻറ്റിനെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് അവരോട് തിരിച്ചു വരാൻ വേണ്ടിയും പറയുന്നുണ്ട്. ഇനി അവർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാരണവും കൂടിയും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. പിന്നീട് മദൻകിനിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവൾ അവളുടെ റൂമിൽ തന്നെയാണുള്ളത്. അവളുടെ കുട്ടിക്കാലവും സിസ്റ്ററോടൊപ്പമുള്ള ഓർമ്മകളൊക്കെ ആലോചിച്ചിരിക്കുന്നു. ആ സമയത്ത് 2 പേര് സംസാരിക്കുന്നത് അവിടെ കേൾക്കുന്നുണ്ട്. അവൾ ജനാല തുറന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡും വേറെ ഒരാളും കൂടിയും സംസാരിക്കുന്നുണ്ട്. അവൾ ശ്രദ്ധയോടെ കേട്ട സമയത്ത് അവൾക്ക് മനസ്സിലായി എന്തോ ഒന്ന് മോഷ്ടിക്കാനുള്ള പ്ലാനാണെന്ന്. അവർ പ്ലാൻ ചെയ്യുന്നത് മാധവിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. രാം ഗോപാൽ എഴുതിയിട്ടുള്ള വില്ല് അത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. രാജ്മോഹൻ ഒരു വലിയ ഷെയർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അയാളെ കാണാൻ ഒരു കൊള്ളത്തലവനെ പോലെയായിരുന്നു. രാജ്മോഹൻ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന്. അതേ സമയത്ത് തന്നെ മന്ദാകിനി റൂമിൽ വന്നിട്ട് അവൾ ഉറങ്ങല്ലേന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അവരവരുടെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജ്മോഹനും സർദാറും കൂടിയും പോകുന്നുണ്ട്. മന്ദാകിനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ടെൻഷനിലാണ്. അവൾക്ക് എന്തെങ്കിലും ചെയ്യാനും തോന്നുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ വന്നിട്ട് എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നീട് അവളൊരു തീരുമാനം എടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ മാധവിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. മാധങ്കി എല്ലാ കാര്യവും മാധവിനോട് ഇൻഫോം ചെയ്യുന്നു. മാധവ് ഒരു ഗാർഡിനെ തന്നെ പ്രൊട്ടക്ഷന് വെക്കുന്നു. മാധവിൻ്റെ ഗാർഡ്സിൻ്റെ സ്ട്രെങ്ത്ത് കാരണം അവരൊരു ഡയറക്റ്റ് അറ്റാക്കിന് വരുന്നില്ല. അവർ പിൻവാങ്ങുന്നു. മാധവ് മാതങ്കിനോട് നന്ദി പറയുന്നുണ്ട്. ആ സമയത്ത് മാതങ്കി തൻ്റെ ഉള്ളിലുള്ള സ്നേഹമൊക്കെ മാധവിനോട് പറയുന്നു. മാധവിന് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. മാതങ്കിയുടെ സിസ്റ്ററുമായിട്ടുള്ള പ്രൊപ്പോസൽ ഓക്കെ ആയ സമയത്താണ് മാധവിനെ മാതങ്കി കാണുന്നതും അവൾക്കൊരു ഇഷ്ടം വരുന്നതും. മാധവ് ഒന്നും പറയുന്നില്ല. പിറ്റേന്ന് രാവിലെ മാധവിൻ്റെ സെർവൻറ്റിനൊപ്പം മാതങ്കി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. രാജ്മോഹൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് മാതങ്കി വീട്ടിലില്ലാത്ത കാര്യം. അയാളൊരു കത്തിയായിട്ടാണ് നിൽക്കുന്നത്. സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.